ഗുരുക്കളെ, ഈ കളരിപ്പയറ്റ് ഒരു സമ്പൂർണ്ണ കലയെന്ന നിലയിൽ കളരി ചികിത്സയ്ക്കുള്ള പങ്കൊന്ന് വ്യക്തമാക്കാവോ? ഈ കളരിപ്പയറ്റ് ഒരു സമ്പൂർണ്ണ ആയോധന കല എന്ന് അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം ഒന്നാമതായിട്ട് പറഞ്ഞാൽ അതൊരു ആയോധന ശാസ്ത്രം എന്ന രീതിയിൽ ആക്രമണ പ്രത്യാക്രമണ ശൈലി ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിലൊരു ഫിസിക്കൽ കൾച്ചറുണ്ട്, ശരീര സംസ്കരണ രീതിയുണ്ട്. ആ ശരീര സംസ്കരണ രീതിയിൽ ഊന്നിക്കൊണ്ട് ഒരു മനോസംസ്കരണമുണ്ട്. അതിൽ കൂടെ ഉള്ള സഞ്ചാരം ചെന്നെത്തുന്നത് ഒരു സ്പിരിച്വൽ അവയർനെസ്സിലാണ്. അപ്പം അതുതന്നെ ഒരു പ്രധാന ഘടകമാണ് ഇത് മൂന്നും കൂടെ സന്നിവേശിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഈ ശാസ്ത്രീയമായ കലയ്ക്ക് അതുപോലെ തന്നെ ശാസ്ത്രീയമായ ഒരു ചികിത്സാ വിഭാഗമുണ്ട്. അത് ഈ കുട്ടികൾ ആദ്യമായിട്ട് കളരി അഭ്യാസികൾക്ക് വേണ്ടി ഉടലെടുത്തതാണ്. അപ്പോൾ ആ കളരി പരിശീലന സമയത്ത് ഉണ്ടാകുന്ന ഇഞ്ചുറികൾ ചിലപ്പോൾ ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ ചിലപ്പം ഉണ്ടാകുന്ന ചില സാധ്യതകൾ, ചില മർമ്മ ആയിട്ട് ബന്ധപ്പെട്ടോ അതിനനുബന്ധമായിട്ട് പെടുന്ന ക്ഷതങ്ങൾ, ഇതിനൊക്കെ തന്നെ ചികിത്സിക്കുന്ന രീതികളുണ്ട്. അപ്പോൾ അതെല്ലാം കുട്ടികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന, അവർക്ക് ഇതുകൊണ്ട് ഈ പരിശീലനം കൊണ്ട് ഒരിക്കലും ഒരു വിധത്തിലും ദോഷമുണ്ടാകാത്തൊരവസ്ഥ. ഇത് രണ്ടും മറ്റ് മാർഷൽ ആർട്സുകൾക്ക് ഈ ആത്മീയതയും അതുപോലെ കളരി ചികിത്സയൊന്നും മറ്റൊരു മാർഷൽ ആർട്സുകൾക്ക് അവകാശപ്പെടാനില്ലല്ലോ. ഈ കുങ്ഫുവിൻ്റെ ഒക്കെ ഈ ചൈനയിലൊക്കെ ഉണ്ടായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ അതൊരു ചിലപ്പം അത് ഒരു ബുദ്ധിസമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയ്ക്കും ഒരു ചികിത്സാ ശാഖയെ ഇതുമായിട്ട് ഉൾപ്പെടുത്തുകയും ഈ ധ്യാനങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ശാഖകൾ വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ എനിക്കൊരു എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 1986 ഞങ്ങളൊരു വിദേശ പ്രോഗ്രാമിന് വേണ്ടി നിൽക്കുമ്പം അതെന്ത് പരിശീലന സമയത്ത് ഇടത് മുട്ട് ഒരു ഇഞ്ചുറി ഉണ്ടായി. അപ്പം അതിൽ അസ്ഥിക്ക് മുട്ടി ചിരട്ടയ്ക്ക് പൊട്ടുണ്ടാകുകയും അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷൻ ആവുകയും ചെയ്തു. അപ്പം അത് നമ്മുടെ ചികിത്സ കൊണ്ട് തന്നെയാണ് നമ്മളത് ഭേദമാക്കി പിന്നെ ആ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അത് പിന്നീട് പയറ്റാൻ പറ്റുന്നതും പിന്നീട് കാലഘട്ടങ്ങളിൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ അത് നമുക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്ത് പരിശീലിക്കാൻ പറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തന്നെ അത് അനുഭവമുണ്ട്. ഇത് വൃത്തിയായിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നുള്ളത് എത്രയോ കുട്ടികൾക്ക് അനുഭവമുണ്ട്. അപ്പോൾ അതാണ് കളരി ചികിത്സ ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്.